ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വാസ്തു മിസ്റ്റേക്സ് ചില ഞാൻ ഇതിനകത്ത് ഒരുപാട് വീഡിയോ ഇതുപോലെ വാസ്തു മിസ്റ്റേക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചില പോയിന്റുകൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും വരാൻ പാടില്ലാത്തതായിട്ടുള്ള വാസ്തു മിസ്റ്റേക്സിൻ്റെ ഒരു 4 മിസ്റ്റേക്സ് കൂടെ ഞാൻ ഇന്ന് പറയാം. ഒന്ന്, ഇൻകറക്റ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ദി എൻട്രൻസ്. അതായത് നമ്മുടെ എൻട്രൻസ് ഡോറിൻ്റെ ഇൻകറക്റ്റ് പ്ലേസ്മെൻറ്റ് ഒരിക്കലും വരാൻ പാടില്ല. അത് വാസ്തു മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ അത് ടോയ്ലറ്റിന് ഓപ്പോസിറ്റ് ഒരു ഡോർ വരാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഇൻകറക്റ്റ് വാസ്തുവാണ്. പിന്നെ കിച്ചണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഡോർ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഒരു ഇൻകറക്റ്റ് വാസ്തുവാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇൻകറക്റ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഡോർസ്, എൻട്രൻസ് ഡോർസ്. അത്. രണ്ടാമത്, കളർ സെലക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ കളർ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണെങ്കിലും ഞാൻ എപ്പോഴും പറയും, ലൈറ്റ് കളേഴ്സിലേക്ക് റിലാക്സേഷൻ സോണുകൾ, ബെഡ്റൂമും നമ്മുടെ റിലാക്സേഷൻ സോണുകളിലും എല്ലാം ഒരു കാരണവശാലും ഡാർക്കും ബോൾഡായിട്ടുള്ള കളർ അടിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള കളറിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തുവിൻ്റെ ഒരു നിയമം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻകറക്റ്റ് പ്ലേസ്മെൻറ്റ്സ് നമ്മൾ ഒരു കാരണവശാലും ഇൻകറക്റ്റ് പ്ലേസ്മെൻ്റ് അല്ല, കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും ബോൾഡായിട്ടുള്ള ഡാർക്കായിട്ടുള്ള കളറുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എപ്പോഴും പറയുന്നതാണ് ക്ലട്ടറിങ് ഒഴിവാക്കാൻ പാടില്ല. ചില പ്രത്യേക ഏരിയകളിൽ ഒരിക്കലും ക്ലട്ടറിങ് വരാൻ പാടില്ല. നോർത്ത് ഈസ്റ്റ് പോലുള്ള ഏരിയകളിൽ ഒരിക്കലും ക്ലട്ടറിങ് വരാൻ പാടില്ല. സൗത്ത് ഈസ്റ്റിൽ ക്ലട്ടറിങ് വരാൻ പാടില്ല. ക്ലട്ടറിങ് എന്ന് പറയുന്നത് കിച്ചണിൽ വരാൻ പാടില്ല. ക്ലട്ടറിങ് ബെഡ്റൂംസിൽ ഒഴിവാക്കുക. അപ്പോൾ ക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വസ്തുക്കൾ കിടക്കുന്ന അവസ്ഥ, അതൊരു ഭയങ്കരമായ ഒരു വാസ്തു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ക്ലട്ടറിങ് ഒഴിവാക്കുക എന്നുള്ളൊരു ഒരു മിസ്റ്റേക്കായിട്ട് തന്നെ, ക്ലട്ടറിങ് ഒഴിവാക്കുക എന്നുള്ളതൊരു മോട്ടോ ആയിട്ട് തന്നെ എടുക്കുക. ക്ലട്ടറിങ് വരുന്നത് ഒരു മിസ്റ്റേക്കായിട്ട് തന്നെ കാണുക എപ്പോഴും. പിന്നെ ഇൻകറക്റ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് മിറേഴ്സ്, അനാവശ്യമായ സ്ഥലങ്ങളിൽ കണ്ണാടി വയ്ക്കുന്നതും കണ്ണാടികളിൽ ഡാമേജ് ഉള്ളതും ഇതൊക്കെ വാസ്തുവിനെ വളരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കണ്ണാടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കോൺഫിഡൻസ് കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള പൊസിഷൻസ് വേണം നമ്മൾ സ്വീകരിക്കാൻ. അതായത് ചിലർ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹൈറ്റ് ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ണാടി നല്ല ഹൈറ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അയാളിങ്ങനെ എത്തി കണ്ണാടി നോക്കേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അയാളുടെ കോൺഫിഡൻസ് പോകും ഒരു കാരണവശാൽ. ഇനി ഹൈറ്റുള്ള ഒരു വ്യക്തിയെ കണ്ണാടി താഴെ ഹൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾ കുനിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക്, എനിക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. കണ്ണാടി താന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരുന്ന് നോക്കുക, അല്ലെങ്കിൽ കസാരയിലിരുന്ന് കണ്ണാടി തല ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കോൺഫിഡൻസ് പ്രശ്നം കൂടിയാണെന്ന്. കോൺഫിഡൻസ് അല്ല, നമ്മൾ താന്നു പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. ഇത് വാസ്തു ശ്രദ്ധിക്കേണ്ട ചെറിയ നിസ്സാര കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ കണ്ണാടി വയ്ക്കുന്നത് എപ്പോഴും നമ്മളെ തന്നെ സ്ട്രെയിറ്റ്, ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ കാണുന്ന ലെവലിൽ കണ്ണാടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതും ഒരു വാസ്തു മിസ്റ്റേക്കാണ്. കണ്ണാടിയുടെ റോങ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വാസ്തു മിസ്റ്റേക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറേ മിസ്റ്റേക്കുകളും ചെറികളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.